ആഹാ, എന്തൊരാശ്വാസം. ഇനി കുറച്ചു നാൾ ഇവിടെ അങ്ങ് കഴിയാം. ഓ, ഈ ഇല്ലിമുളങ്കാട് എത്ര മനോഹരമാണ്. പൂക്കളും അരുവിയും വൃക്ഷലതാദികളും മറ്റുമായി എന്തൊരു സമാധാനം. നഗരത്തിലെ വൃത്തിഹീനമായ വായു ശ്വസിച്ച് എന്തൊക്കെ രോഗങ്ങളാ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും രോഗങ്ങളാണ്, ഒന്നും പറയണ്ട. ഇനി ഒരു രോഗവും വരില്ല. അത്ര നല്ലതല്ലേ ഇവിടുത്തെ അന്തരീക്ഷം. അല്ല, എന്താ ജ്ഞാനിച്ചേട്ടാ ഇവിടെ? എന്താണിങ്ങനെ സ്വയം പറയുന്നത്? എന്ത് പറയാനാ സ്വർണൻ? നഗരത്തിലെ താമസം കൊണ്ട് എനിക്ക് മാറാ രോഗങ്ങൾ വന്നിരിക്കുക. അത്രയ്ക്ക് മാലിന്യങ്ങളല്ലേ മുഴുവൻ. അതുകൊണ്ട് ശുദ്ധവായു ശ്വസിച്ച് ശിഷ്ടകാലം ജീവിക്കാൻ വേണ്ടി ഓടി രക്ഷപ്പെട്ടതാ. അങ്ങനെ ഇവിടെ എത്തി. എന്തായാലും ചേട്ടൻ ചെയ്തത് വളരെ നന്നായി. നിന്റെ കൂട്ടുകാരൊക്കെ എവിടെയാണ്? അവരെയൊക്കെ കണ്ടിട്ട് കുറെ നാളായല്ലോ. അവർ കാട്ടിലെ അരുവിയിൽ വെള്ളം കുടിക്കാൻ പോയിരിക്കുകയാ. എന്നാൽ നമുക്കും അങ്ങോട്ട് പോകാം. എന്താ? ആയ്, നല്ല വെള്ളം. എന്ത് സുഖമാ ഈ വെള്ളം കുടിക്കാൻ. അതെ അതെ, നല്ല തേൻ പോലെ മധുരമുണ്ട്. ഇത് കാട്ടിലെ പാലല്ലേ? ഈ വെള്ളത്തിൽ ഒരു മാലിന്യവുമില്ലല്ലോ. ശരിയാ. ഇനി നമുക്ക് വേഗം സ്വർണന്റെ അടുത്തേക്ക് പോവാം. അവൻ നമ്മളെ താഴ്വരയിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. നോക്കൂ, നമ്മുടെ സ്വർണ്ണ ചേട്ടന്റെ കൂടെ ആ വരുന്നത് ജ്ഞാനിച്ചേട്ടനല്ലേ? എന്താണ് ജ്ഞാനിച്ചേട്ടാ ഇവിടെ? നഗരമൊക്കെ എനിക്ക് മടുത്തു. അവിടുത്തെ മാലിന്യങ്ങൾക്കിടയിൽ ജീവിച്ച് രോഗം പിടിപെട്ടു. ഇനിയും അവിടെ കിടന്ന് നരകയാതന അനുഭവിക്കാൻ വയ്യ. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ. അപ്പോഴാണ് സ്വർണ്ണനെ കാണുന്നത്. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും ഇവിടെ അങ്ങ് സമാധാനത്തോടെ കഴിയാം. അതെ അതെ. ദേ നോക്കൂ, കരയിലേക്ക് കയറി വരുന്നത് ഒരു കടലാമയാണല്ലോ. ഓ, നീ ഇതുവരെ രാമയെ കണ്ടിട്ടില്ലേ? ശരിയാ. എന്ത് പറയാനാ. നിങ്ങൾ ചിരിക്കണ്ട. അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. ആമകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അവനാണ് കരയിലെ ഏറ്റവും ആയുസ്സുള്ള ജീവി. അവനോ? അതെ, ഏകദേശം 120 വർഷത്തോളം അവൻ ആയുസ്സുണ്ട്. ഭയങ്കരം തന്നെ. തീർന്നിട്ടില്ല. കരയിലും വെള്ളത്തിലും അവന് ഒരേപോലെ ജീവിക്കാൻ കഴിയും. അതുപോലെ തന്നെയല്ലേ ഞങ്ങളുടെ സുഹൃത്ത് വള്ളത്തവളയും? ഇവനും വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയില്ലേ? ശരിയാണ്. ആമയെ പോലെ തന്നെയാണ് തവളകളും ജീവിക്കുന്നത്. മരഞ്ചേട്ടനിൽ നിന്ന് ഒരുപാട് അറിവുകൾ ലഭിച്ചല്ലോ. ആമകളുടെ പ്രജനനം എങ്ങനെയാണ്? ആ, ഞാൻ പറഞ്ഞു തരാം. പെണ്ണാമകൾ കടലിൽ നിന്നും മുട്ടയിടേണ്ട സമയമാകുമ്പോൾ കരയിലേക്ക് വരും. പിന്നീട് കരയിലെ പൂഴിയിൽ മുട്ടയിടും. പിന്നെ അതിനു മുകളിൽ പൂഴി കൊണ്ട് മൂടുകയും ചെയ്യുന്നു. ശേഷം അവ തിരിച്ച് കടലിലേക്ക് പോകുന്നു. കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ മുട്ട വിരിയുകയും പിന്നീട് വിരിഞ്ഞ കുഞ്ഞാമകൾ തനിയെ കടലിലേക്ക് പോവുകയും ചെയ്യുന്നു. ഹോ, അത്ഭുതം തന്നെ. പ്രകൃതിയുടെ ഓരോ മായാവിലാസങ്ങളെ. നമുക്കിന്ന് ഒരുപാട് അറിവ് കിട്ടിയല്ലേ? ഇനി ഞങ്ങൾക്ക് മറ്റുള്ള ജീവികളുടെ പ്രത്യേകതയെക്കുറിച്ചും അറിയണമെന്നുണ്ട്. ഞാൻ ഓരോന്നും പറഞ്ഞു തരാം. ഇന്ന് നേരം ഏറെ വൈകിയിരിക്കുന്നു. ഇനി നിങ്ങൾ എന്തെങ്കിലും കഴിച്ച് താവളത്തിൽ പോയി കിടന്നുറങ്ങൂ. ശേഷം നാളെ ഈ കാട്ടിലെ മറ്റു കാഴ്ചകൾ കാണാം.